ബിഗ് ബോസ് ഹൗസിൽ നിന്ന് രേണു സുധിക്ക് ആകെ ലഭിച്ച തുക എത്രയാണ്, അല്ലെങ്കിൽ ആകെ ലഭിച്ചൊരു ശമ്പളം എത്രയാണ് എന്നുള്ളത് നമ്മൾ എന്തായാലും ഇന്നിപ്പോ നോക്കാൻ പോകുന്നത്. നമ്മൾ ചാനൽ ഇതിനു മുന്നേ കണ്ടിട്ടുള്ളവർക്ക് അറിയാവുന്നതാണ്. നമ്മൾ ഇത്തരത്തിൽ അവിടെ ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് ലഭിക്കുന്ന ശമ്പളം, പിന്നെ അതുപോലെ തന്നെ ആഴ്ചകൾ തോറും അത് എത്തരത്തിലാണ് മാറുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ചാനലാണ്. അതുകൂടാതെ ബിഗ് ബോസിലെ മറ്റു കാര്യങ്ങളും അതുപോലെ സിനിമ റിലേറ്റഡ് കാര്യങ്ങളും എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്ന ചാനൽ തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ താല്പര്യപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും സബ് ചെയ്തിടാവുന്ന ഒരു ചാനൽ തന്നെയാണ്. അപ്പൊ വേറൊന്നുമല്ല, ബിഗ് ബോസ് ഹൗസിനകത്ത് അറിയാലോ, അതായത് ഒരു ബേസിക് സാലറിയോടുള്ള എല്ലാ മത്സരാർത്ഥികൾക്കും ഉണ്ട്. അതായത് അവരുടെ കളികൾ ബിഗ് ബോസ് ഹൗസിനകത്ത് നല്ല രീതിയിലാണെങ്കിലും മോശം രീതിയിലാണെങ്കിലും എങ്ങനെ തന്നെയാണെങ്കിലും ഒരു ബേസിക് സാലറി എന്തായാലും ഈ പറയുന്ന ആൾക്കാരുടെ പേരിൽ എന്തായാലും വീക്കിലി നല്ല രീതിയിൽ എന്തായാലും മാറുന്നുണ്ട്. പിന്നെ അതിനും പുറമെ നല്ല രീതിയിലേക്ക് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ ആ പറയുന്ന എമൗണ്ടിനകത്ത് ഒരു ഇൻസെന്റീവ് എന്നുള്ള രീതിയിൽ ഒരു വേറെയും എക്സ്ട്രാ പേയ്മെന്റ് എന്തായാലും കയറുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണെങ്കിലും വളരെ ഈസി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓരോരുത്തരും ഒരാഴ്ച തോറും എവിക്റ്റ് ആയി പോകുന്ന സമയത്ത് ആ എവിക്റ്റ് ആവുന്ന ഒരു ബേസിക് സാലറി സ്പ്ലിറ്റ് ചെയ്തിട്ട് അവിടെ നല്ല രീതിയിൽ കളിക്കുന്ന ആൾക്കാരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക, അല്ലെങ്കിൽ അവരുടെ പേരിലേക്ക് ക്രെഡിറ്റ് ആവുക എന്നുള്ള രീതിയിലാണെന്നാലും ഇത്തരത്തിൽ സാലറി വീക്കിലി എന്തായാലും മാറുന്നത്. സോ അപ്പൊ രേണു സുധിയുടെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ രേണു സുധിക്ക് ഒരു ബേസിക് സാലറി ആയിട്ട് പറയുന്നത് 50,000 രൂപയാണ് ഒരാഴ്ചത്തെ തുക. അപ്പൊ എന്തായാലും ഈ പറയുന്ന 5 ആഴ്ചകളാണ് രേണു സുധി എന്തായാലും ഇപ്പോൾ അവിടെ നിന്നിട്ടുള്ളത് അല്ലെങ്കിൽ പൂർത്തിയാക്കിയിട്ടുള്ളത്. അപ്പൊ രേണു സുധിയുടെ കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അവരൊരു ബിഗ് ബോസ് മെറ്റീരിയലോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല, വളരെയധികം സൈലന്റ് ആയിട്ട് മാറി നിൽക്കുന്ന ഒരാൾ തന്നെയായിരുന്നല്ലേ. അപ്പൊ ഈ പറയുന്ന ഈ ഇൻസെന്റീവ്സ് പോലത്തെ, അതായത് മറ്റുള്ള ആൾക്കാർ എവിക്റ്റ് ആയി പോകുന്ന സമയം അവരുടെ എമൗണ്ടിൽ നിന്ന് സ്പ്ലിറ്റ് ആയിട്ട് ഒന്നും തന്നെ രേണു സുധിയുടെ അക്കൗണ്ടിലേക്ക് എന്തായാലും വന്നിട്ടില്ല, അല്ലെങ്കിൽ രേണു സുധിയുടെ പേരിലേക്ക് എന്തായാലും മാറ്റപ്പെട്ടിട്ടില്ല. അപ്പൊ ഈ ബേസിക് സാലറി ആയിട്ടുള്ള ഈ പറയുന്ന 50,000 രൂപ വീക്ക് എന്നുള്ള രീതിയിലേക്ക് ഈ പറയുന്ന 5 ആഴ്ചകളിൽ വന്നപ്പോഴത്തേക്ക് 2.5 ലക്ഷം രൂപയാണ് മൊത്തത്തിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് രേണു സുധിക്ക് എന്തായാലും ലഭിച്ചത് എന്നാണ് നമുക്ക് എന്തായാലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 5 ആഴ്ചകൾ സ്പെൻഡ് ചെയ്തുകൊണ്ട് 2.5 ലക്ഷം രൂപ ആയിട്ട് എന്ന് പറയുന്ന ഒട്ടും മോശമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ലേ. പിന്നെ അത് മാത്രമല്ല, ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എന്നാലും രേണു സുധിക്കാൻ ഒരു ചീത്തപ്പേരോ കാര്യങ്ങളോ എന്നുള്ള രീതിയിലേക്ക് എന്നാലും രേണു സുധി കൊണ്ടുപോയിട്ടില്ല. വളരെയധികം ഡീസെന്റ് ആയിട്ട് ആ ഒരു രീതിയിൽ കീപ്പ് ചെയ്തിട്ട് തന്നെ എന്നാലും പോയിരിക്കുന്നത്. അപ്പൊ കുറച്ചുകൂടി ഫാൻസ് വേണമെങ്കിൽ കൂടിയിട്ടുണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, അങ്ങനെ ഹേറ്റേഴ്സ് കൂടിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ രേണു സുധിക്ക് തുടർന്നുള്ള ലൈഫിലോ അങ്ങനെ ഒരു മോശമായിട്ടൊന്നും അത് എഫക്ട് ചെയ്യാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. കൂടുതലും നല്ല രീതിയിലേക്ക് ചിലപ്പോൾ കൺവേർട്ട് ആവാനുള്ള സാധ്യത മാത്രമാണ് എന്നാലും കാണുന്നത്. അപ്പൊ രേണു സുധിയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണോ? അവരുടെ ബിഗ് ബോസ് ഹൗസിൽ ഇനിയും ഒരുപാട് നാൾ നിൽക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നവരാണോ നിങ്ങൾ? ജസ്റ്റ് ഒന്ന് കമന്റ്.